പിതാവിന്റെ പേരിൽ ബുക്ക് ചെയ്ത നിരവധി NGO-കളുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങളുടെ നടത്തിവരുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. അഭിമാനമുണ്ട് ശ്രീരാമരാജ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ സംഘാടകർക്കും എല്ലാ ജില്ലാ കോർഡിനേറ്റർമാർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ വേദിയിൽ സദസ്സിലിരിക്കുന്ന ഏറ്റവും വിശേഷമായ വ്യക്തിത്വങ്ങൾ ശ്രീ രാജേഷ് നാഥാപുരം ശ്രീരാമരാജ്യത്തിന്റെയും ഭാഗഭാഗങ്ങൾ വന്നിരിക്കുന്ന മുഴുവൻ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ആശംസ അർപ്പിക്കാൻ മാത്രമാണ് എൻ്റെ കടമ. കാരണം നമ്മൾ നടക്കാൻ പോകുന്ന പ്രോഗ്രാമാണ് രാമായണ പാരായണം എന്ന് പറയുന്നത് കുട്ടികളുടെ. രാജേഷിയുടെ ഒരു വലിയ ലക്ഷ്യമാണ് മുതിർന്നവരിൽ മാത്രം അല്ലെങ്കിൽ ആ തരത്തിൽ മാത്രം വായിച്ചിരുന്ന രാമായണത്തെ കുട്ടികളിലേക്ക് എത്തിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന ഒരു സദസ്സ് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. കാരണം കൊച്ചുമക്കളും രാമനെ സ്വീകരിക്കുവാനും രാമനെ അറിയുവാനും ഒക്കെ ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൽ വലിയൊരു സന്തോഷമാണ്. ഇത് നിറഞ്ഞ കയ്യടിയാണ് നിങ്ങൾ വേണ്ടത്. തീർച്ചയായിട്ടും കുട്ടികളുടെ സാന്നിധ്യം വളരെ സന്തോഷമുണ്ട്. ഈ മുഖത്തിന്റെ പുഞ്ചിരിയോട് കണ്ടിരിക്കുക. നമ്മൾ അഭിമാനത്തോടുകൂടി സ്വീകരിക്കുന്നവരാണ് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് അറിയാം, നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്ന സമയത്ത് മഹാത്മാഗാന്ധി പറഞ്ഞത് ശ്രീരാമരാജ്യം നിർമ്മിക്കപ്പെടണമെന്നാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോയ ഒരുപാട് നന്മകൾ വീണ്ടെടുക്കൽ കൂടിയാണ് രാമായണത്തിന്റെ ഈ കർക്കിടക മാസത്തിലെ രാമായണത്തിന്റെ ഈ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അറിയണം രാമൻ ആരാണെന്നും നമ്മൾ എവിടെ നിന്ന് വന്നു എന്നും. രാമനും നമ്മൾ രാമന്റെ മകൻ മരീചി, മരീചിയുടെ മകൻ കശ്യപൻ, കശ്യപന്റെ മകൻ സൂര്യൻ, സൂര്യന്റെ മകൻ മനു, മനുവിന്റെ മകൻ ഇഷാഖു, ഇഷാഖുന്റെ മകൻ കുക്ഷി, കുക്ഷിയുടെ മകൻ വികുഷി, വികുഷിയുടെ മകൻ ബാണ. സജ്ജനങ്ങളെ നമസ്കാരം. നമ്മുടെ ഭൂമിയുടെ കൈമാറ്റം അദ്ദേഹം നമുക്ക് ഔദ്യോഗികമായിട്ട് ആധാരം നൽകിക്കൊണ്ട് നിർവഹിക്കുകയാണ്. ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച തൃശ്ശൂർ ജില്ലാ ടീം, പ്രത്യേകിച്ച് നമ്മുടെ ബാലചന്ദ്രൻജി, സോമസുന്ദർജി, സോഹൻ, അഡ്വക്കേറ്റ് സോഹൻ, എല്ലാവർക്കും ഇതിന് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. അധ്യാപകനുമായ ശ്രീ രാജേഷ് നാദാപുരം അവറുകൾ ആ ഭൂമി പാഠശാലയ്ക്ക് വേണ്ടി ഏറ്റുവാങ്ങുകയാണ്.